ഒരു വചനം നമുക്ക് എല്ലാവർക്കും കൂടി ആയിട്ട് പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ വചനം പറഞ്ഞേ. വിശുദ്ധ ലൂക്ക 15:32. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ആമേൻ. ഒന്നും കൂടെ. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം വരുന്നില്ലല്ലോ. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? നമ്മളിപ്പോൾ ആനന്ദിക്കണം, ആഹ്ലാദിക്കണം. എന്തുകൊണ്ട് ആനന്ദിക്കണം? എന്തുകൊണ്ട് ആഹ്ലാദിക്കണം? എന്താ കാരണം? നിന്റെ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, അവനെ കണ്ടെത്തിയിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കുകളാ? പിതാവിൻ്റെ വാക്കുകളാണ്. ആരെക്കുറിച്ച്, ആരോട് പറഞ്ഞ വാക്കുകളാ? ധൂർത്തപുത്രനെ കുറിച്ച് മൂത്തപുത്രനോട് പിതാവ് പറഞ്ഞ വാക്കുകളാണ്. എനിക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ആനന്ദം കടന്നു വരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഈ ആഹ്ലാദം കടന്നു വരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നമുക്ക് ഈ വചനത്തെ ശരിക്കങ്ങ് പിടികിട്ടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർ ഒന്ന് കൈപ്പൊക്കിക്കേ. അപ്പന്മാർ, ഇനി അമ്മമാരും ഒന്ന് കൈപ്പൊക്കിക്കേ. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓർത്തേ. എൻ്റെ മനസ്സിൽ അങ്ങനെ കടന്നു വന്നപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഈ വചനം ശരിക്കും എന്നെ ഫീൽ ചെയ്ത്, എന്നെ തൊട്ടത്. നിങ്ങളുടെ മക്കളില്ലേ, നിങ്ങളുടെ മക്കൾ വളരെ സീരിയസ് ആയിട്ടൊരു രോഗം പിടിപെട്ട് ICUലാകുന്നു. ICU കുറേ ദിവസം കിടന്നിട്ട് ശരിയാകുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്ത് പറഞ്ഞേ? ഇനി നമുക്ക് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാം. അങ്ങനെ കുഞ്ഞിനെ നിങ്ങൾ ആശുപത്രിയിലെ വെൻറ്റിലേറ്ററിലേക്ക് ആക്കിയിട്ട് പുറത്ത് ഇങ്ങനെ ആ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നിങ്ങളിങ്ങനെ കുത്തിയിരിക്കുക. മനസ്സിൽ കണ്ടോ? അങ്ങനെ ഒരിക്കലും കാണാൻ അവിടെ വരാതിരിക്കട്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പുറത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവേ, ഇനി ഈ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തോട്ട് വരുമ്പോൾ എന്നെ അകത്തോട്ട് വിളിച്ചിട്ട്, ഈ കൊച്ചിൻ്റെ അപ്പനെ അല്ലെ അമ്മയെ അകത്തോട്ട് വിളിച്ചിട്ട് ഡോക്ടർ എന്തായിരിക്കും പറയാൻ പോകുന്നത്? അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുണ്ടെങ്കിൽ കൈവക്കിക്ക്. ഞാൻ ഒത്തിരി വിവരിക്കാതെ തന്നെ അവർ കരയാൻ തുടങ്ങി ഇവിടെ. ഓർത്തോ, അത് ഹീലിംഗ് കിട്ടിക്കോട്ടെ. അങ്ങനെയുള്ളൊരു സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ സമയത്തെ നമ്മുടെ നെഞ്ചിടിപ്പ് അല്ലേ? അല്ലേ? അപ്പോൾ ഡോക്ടർമാർ ഇറങ്ങി വന്നിട്ട് പറയും, ചിലപ്പോൾ പറയും, കൊച്ചിൻ്റെ അപ്പനോട് പറയും, അല്ലെ അമ്മയോട് പറയും, പേടിക്കണ്ട, കൊച്ച് എല്ലാ മരുന്നുകളൊക്കെ റിസീവ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റിനോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് 100%, നമ്മുടെ അനീഷ് ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് 100% എന്താണ് ഒരു പ്രതീക്ഷ തരുന്ന പോലെയൊക്കെയാണ് ഇപ്പോഴത്തെ സിംറ്റംസ് എല്ലാം. പൾസ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, BP നോർമലായിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമില്ല എന്നാണ് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ, കുഴപ്പമില്ല, മരണത്തിലേക്കല്ല ജീവനിലേക്ക് ഈ കുഞ്ഞ് കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എന്താ ഫീൽ ചെയ്യുന്നത്? സന്തോഷം അല്ലേ? അപ്പം സന്തോഷം പറയാൻ പറ്റിയല്ല, അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്ര വലിയൊരു സന്തോഷമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ
മരണത്തെ ചിലപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്ന ആ അവസാന മണിക്കൂറിൽ മരണമല്ല ജീവനിലേക്കാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ടവൻ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തെ നമ്മുടെ ഫീലിങ്സ്, ആ സന്തോഷം, അത് നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഈ തിരുവചനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ധൂർത്തൻ എന്ന് പറയുന്ന ഈ പുത്രൻ വീട് വിട്ടു പോയിട്ട് കുറേ നാളുകളായി. അപ്പൻ ഇവൻ ജീവനിലേക്കാണോ മരണത്തിലേക്കാണോ എന്നോർത്ത് ഇങ്ങനെ കണ്ണും നട്ട് പുറത്ത് കാത്തിരിക്കുകയാണ്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോഴാണ്, അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഇവൻ മരണത്തിലേക്കല്ല, ഇവൻ ജീവനിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങി. അവൻ്റെ പൾസും ബിപിയും എല്ലാ വൈറ്റൽ സിംറ്റംസും ഒക്കെ നോർമലാകാൻ തുടങ്ങി എന്നുള്ള ഒരടയാളം കിട്ടുക. എന്തായിരുന്നു അടയാളം? അവന് സുബോധം കിട്ടുന്നു, അല്ലേ? സുബോധം ഉണ്ടായെന്നല്ല പറയുന്നത്. വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസിന് സുബോധം ഉണ്ടോ? ഇല്ല. അപ്പം അവന് സുബോധം കിട്ടിയെന്ന് പറയുമ്പോൾ അവൻ രക്ഷപ്പെടാൻ പോകുന്നു. അവന് മരണത്തിലേക്കല്ല, അവൻ ജീവനിലേക്ക് കടന്നു വരാൻ പോകുകയാണെന്നുള്ളതിൻ്റെ അടയാളം അവൻ കാണിക്കുകയാണ്. അവന് സുബോധം കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരു വെന്റിലേറ്ററിൽ അനുഭവത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ICU വിട്ടു, ഇനി ICU കിടത്തിട്ട് കാര്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാം? അവസാന കെയറിങ്, അല്ലേ? ഡോക്ടർമാരുടെ അവസാന കെയറിങ്, നിരന്തരമായിട്ടുള്ള അവരുടെ ജാഗരണം, അവരുടെ ആ രോഗിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള അവരുടെ ആ നിതാന്തമായ ജാഗ്രത വർദ്ധിച്ച് അവർക്ക് വേണ്ടി, ഈ രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ എല്ലാ പരിചരണവും അതിൻ്റെ മാക്സിമം വർദ്ധിപ്പിക്കുന്ന സമയം. ഒരു കൂട്ടം ഡോക്ടേഴ്സ് ചിലപ്പോൾ കാണും, അവരുടെ എല്ലാവരുടെയും കഴിവുകളും അറിവുകളും എല്ലാം ഈ രോഗിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നൽകിക്കൊണ്ട് പരിചരിക്കുന്ന ഒരു സമയം. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിലാണ്. അവസാന മണിക്കൂറിൽ ജീവനിലേക്കാണോ മരണത്തിലേക്കാണോ എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ജസ്റ്റ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലേ? അത് എൻ്റെ ഉള്ളിലോട്ട് ആ ഒരു ചിന്ത വന്നപ്പോഴാണ് ശരിക്കും എനിക്ക് പിതാവിൻ്റെ ദുഃഖവും പിതാവിൻ്റെ സന്തോഷവും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഒരപ്പൻ സന്തോഷിക്കുന്നത് എപ്പോഴാണ്, ഒരപ്പൻ ദുഃഖിക്കുന്നത് എപ്പോഴാണ്, അല്ലേ? ഒരപ്പൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ദുഃഖം അത് ആ മകൻ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ്. പക്ഷേ ആ അപ്പൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ മകൻ നഷ്ടപ്പെട്ടിട്ടില്ല, അവൻ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവൻ മരിച്ചിട്ടില്ല, അവൻ മൃതനായിരുന്നു, പക്ഷെ അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനിലേക്ക് വന്നിരിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അവൻ നഷ്ടപ്പെട്ടിട്ടില്ല, അവന് വീണ്ടും കിട്ടിയിരിക്കുന്നു. ഈ ഒരു വാർത്ത, ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നുണ്ട്, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വലത്തേറുള്ള ഒരു കൈപൊക്കി പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ആഹ്ലാദിക്കാൻ തുടങ്ങി. അപ്പം നോക്കി, ഒരപ്പൻ്റെ സന്തോഷം, അല്ലേ? എത്ര വലുതാ, എത്രയോ വലിയൊരു സന്തോഷമാണ്. വചനം പറയുന്നു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:10 പറയുകയാണ്, അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? അപ്പം നമ്മൾ വചനം ഒന്നേറ്റ് പറയാവോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ, ഇതുപോലെ തന്നെ ധൂർത്തപുത്രൻ്റെ അനുഭവം. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് അനുതാപ കണ്ണുനീരോടെ ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്ന, മാനസാന്തരത്തിന് ആവശ്യമായ സുബോധത്തിലേക്ക് വരുന്ന, ജീവിത നവീകരണത്തിന് ആവശ്യമായ സുബോധത്തിലേക്ക് വരുന്ന ഏതൊരു പാപിയെ ഓർത്തും സ്വർഗം സന്തോഷിക്കുക. വചനം പറയുന്നു, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പം സ്വർഗം ആഹ്ലാദിക്കുകയാണ്, സ്വർഗം ആഘോഷിക്കുകയാണ്. എന്ത്?
നമ്മൾ മരിക്കില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ, നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധത്തിൽ യോഗ്യതയുള്ള ഒരാത്മാവായി മാറുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധം യോഗ്യതയുള്ള ഒരാത്മാവാക്കി നമ്മളെ മാറ്റുന്ന അനുതാപത്തിൻ്റെ കൃപ സ്വീകരിക്കുമ്പോൾ, ജീവിത നവീകരണത്തിൻ്റെ കൃപ സ്വീകരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ മനോഹരമായ ഒരു ഉപമ ബൈബിളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിലെ ഈ അപ്പൻ്റെ കഥ, ഈ 2 മക്കളുടെ കഥ, ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഈശോ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു മാസം, ജൂൺ മാസം, നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ? എല്ലാ ദിവസവും സിസ്റ്റർ അത് തന്നെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ഈ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. തിരുഹൃദയ തിരുനാളിൻ്റെ തലേ ദിവസം ഞാൻ നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടു. നിങ്ങൾ ഇന്ന് കുറച്ച് സമയം ഈശോയുടെ തിരുഹൃദയ രൂപത്തെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ആ മുറിക്കപ്പെട്ട ഹൃദയത്തിനകത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഇനി നോക്കിയാലും കാണാൻ പറ്റും സിസ്റ്റർ, ഞങ്ങളത് അറിഞ്ഞില്ലായിരുന്നു, ഇനി നോക്കിയാൽ മതി. അപ്പം എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളത് വെളിപ്പെടുത്തണം. ഏത് രീതിയിൽ വേണമെങ്കിലും വെളിപ്പെടുത്താം. ഒന്നെങ്കിൽ പേരിടാം, ഫോട്ടോ ഇടാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് വെളിപ്പെടുത്താം എന്ന് പറഞ്ഞ് ഞാനൊരു സന്ദേശം വിട്ടു. അപ്പം ഒരാൾ പറഞ്ഞു, ഈശോയുടെ ആ തിരുഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അവിടെ എന്നെ തന്നെ കണ്ടു. ഹല്ലേലൂയ. എന്നെ ഈശോയുടെ ഹൃദയത്തിലിരുത്തി സ്നേഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം ശരിക്കും ഹൃദയം കൊണ്ട് ഹൃദയത്തിലേക്ക് നോക്കിയപ്പോഴാണ് അങ്ങനെ കാണാൻ പറ്റിയത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. സന്തോഷമാണോ അത്? വേറൊരാൾ എനിക്ക് ഫോട്ടോ ഇട്ടു. എന്താണെന്നറിയാമോ? അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ഫോട്ടോ, ഭാര്യ, അപ്പനമ്മ, സഹോദരി, എല്ലാവരും ഉള്ള അവരുടെ കുടുംബത്തിൻ്റെ ഫോട്ടോ ഇട്ടു. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ കുടുംബം മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ കണ്ടു. ആമേൻ, ഹല്ലേലൂയ. അത് സന്തോഷമാണോ? അത് കൂടുതൽ സന്തോഷമാണ്. കാരണം കുടുംബം മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത് കൂടുതൽ സന്തോഷമാണ്. ഹല്ലേലൂയ. ചിലർക്ക് സംശയാത്മകമായ ഉത്തരവൊക്കെ ഇട്ടു. ഞാനുണ്ടെന്നാണ് തോന്നുന്നത്, ഞങ്ങളുണ്ടെന്ന്, അങ്ങനെയൊക്കെയുള്ള സംശയം. അതാണോ സിസ്റ്റർ ഉദ്ദേശിച്ചത്? അങ്ങനെയുള്ള ഉത്തരങ്ങളൊക്കെ വന്നു. ചിലർ മൗനം പാലിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോഴേ, ഈശോയുടെ ആ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നോക്കി ഈ ജൂൺ മാസം നമ്മൾ ധ്യാനനിരതരാകുമ്പോൾ അതിനകത്ത് ഉള്ള ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരാളുടെ മുഖം നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് സങ്കടകരമായ ഒരു കാര്യമാണ്. അതാരായിരിക്കാം? ആരായിരിക്കാം? ഉണ്ടോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:41 നമ്മളിങ്ങനെ കാണുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:41 അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എന്ന് പറഞ്ഞ വചനം, അവൻ അടുത്തു വന്നപ്പോൾ. എപ്പോഴാ? അടുത്തു വന്നപ്പോഴാണ്, അകലെ നിന്നപ്പോഴല്ല. അടുത്തു വന്നപ്പോൾ ഈശോ അവനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്തവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഏത് പ്രാർത്ഥന? കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും തരണം. നിൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നെയും കാണാൻ പറ്റുന്നില്ല, എൻ്റെ കുടുംബത്തെയും കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരൊന്ന് കൈവെക്കണേ. കൈ താത്തിട്ടാൽ മതി, പൊക്കണ്ടേ ഇപ്പോൾ. അപ്പോൾ ഈ വചനം ഒന്ന് ഓർക്കുക. എപ്പോഴാണ് ഉണ്ടോ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുത്തോട്ട്
വരുന്ന എല്ലാവരോടും, എന്നോടും നിങ്ങളോടും പറയുന്നൊരു കാര്യം ഇതാണ്: ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം അത് നീ അങ്ങ് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അത് ചെയ്തു തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവം തന്നെയാ പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം നീ അത് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആ അന്ധനായ യാചകൻ പറഞ്ഞത് എന്താണ്? കർത്താവേ, എനിക്ക് കാഴ്ചയില്ല, എനിക്ക് കാഴ്ച കിട്ടണം. അപ്പം ഈശോയുടെ തിരുഹൃദയത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ, ആ തിരുമുറിവിലൂടെ നമ്മൾ നോക്കുമ്പോൾ, കാണേണ്ടവനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ അന്ധരാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം, എന്ത് ചോദിക്കണം? എനിക്ക് കാഴ്ച വീണ്ടും തരണമേ. അതായത് പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഒരു മൂടുപടം കണ്ണിലുള്ളത് കൊണ്ട് അത് നമ്മുടെ കണ്ണുകളെങ്ങനെ അന്ധമാക്കിയിരിക്കുകയാണ്. ആ അന്ധത മാറ്റണം, ആ അന്ധത മാറ്റണം. ഉൽപ്പത്തിയുടെ പുസ്തകം 22:1 നമ്മൾ കാണുന്നുണ്ട്. ഈ ഉണ്ടോ, ഈ ഈശോയുടെ തിരുഹൃദയം, അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഈശോയുടെ തിരുഹൃദയം എന്തിനു വേണ്ടി തുറക്കപ്പെട്ടു? ആ തിരുഹൃദയം ഈശോ പറയുന്നില്ലേ വചനത്തിൽ, ഏതാണെന്നറിയോ, യോഹന്നാന്റെ സുവിശേഷം ഈശോ പറയുന്നുണ്ട്, ഞാൻ വാതിലാണ്, ആടുകളുടെ വാതിലാണ്. അപ്പം ഈശോ വാതിലാണെന്ന് പറയുന്ന തിരുവചനമുണ്ട്. അതിവിടെ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈശോയാണ് വാതിൽ. ഈശോ വാതിലാണ് എന്ന് പറയുമ്പോൾ, ഈശോയാകുന്ന വാതിലിലൂടെ നമ്മൾ എങ്ങോട്ട് പോകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്? ഈശോയാകുന്ന വാതിലിലൂടെ നമ്മൾ എങ്ങോട്ട് പോകണം? അകത്തേക്ക് പോകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അകത്താരോ ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ടവരെ, ഈശോയാകുന്ന വാതിലിലൂടെ ഈശോ പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അതുപോലെ തന്നെ ഈശോ പറയാണ്, ഞാൻ വാതിലാണ്. ഞാനാകുന്ന ഈശോയാകുന്ന വാതിലിലൂടെ അകത്തേക്ക് നമ്മൾ വരണം. അവിടെയാണ് ഈശോയുടെ ആ ജീവിതത്തിൻ്റെ, ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ കാണുന്നത്. എന്ന് പറയുമ്പോൾ ഈശോ വെളിപ്പെടുത്തുന്ന, ഈശോയുടെ ഹൃദയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, ഈശോയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പിതാവാണ്, പിതാവായ ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പിതാവായ ദൈവമാണ്. അപ്പം പിതാവായ ദൈവം, അതുകൊണ്ടോ പിതാവായ ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്തി കിട്ടുക, പിതാവായ ദൈവത്തിൻ്റെ മുഖം നമുക്ക് കാണിച്ചു തരിക, പിതാവായ ദൈവത്തെ നമുക്ക് ഈശോയുടെ ഹൃദയത്തെ കാണാൻ പറ്റുക, ഈശോയുടെ വാക്കുകളിൽ, ഈശോയുടെ അത്ഭുതങ്ങളിൽ, ഈശോ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഈശോ വെളിപ്പെടുത്തുന്ന പിതാവിൻ്റെ മുഖം കാണാൻ പറ്റുക. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഈശോയുടെ ഹൃദയത്തിൽ ആരുണ്ട്? ഈശോയുടെ ഹൃദയം നിറയെ പിതാവിൻ്റെ സാന്നിധ്യമാണ്. ഉണ്ടോ, ഈ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം എപ്പോഴാണ് ദൈവത്തിൻ്റെ, ആ പിതാവായ ദൈവത്തിൻ്റെ മുഖം ശരിക്ക് തിരിച്ചറിഞ്ഞത്? എപ്പോഴാണ് ശരിക്ക് കണ്ടതെന്നറിയാവോ? ഇതാ ഉൽപ്പത്തിയുടെ പുസ്തകം 22:1 നമ്മൾ വായിക്കുക. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിൻ്റെ ഏകപുത്രനെ പോലും തരാൻ മടി കാണിക്കാതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ദൈവം അബ്രാഹത്തോട് ഇസഹാക്കിൻ്റെ സ്വന്തം ഏക മകൻ്റെ ബലി ആവശ്യപ്പെട്ടപ്പോൾ, ആ അബ്രാഹത്തിനുള്ള ഏക മകനെ ബലി അർപ്പിക്കുന്ന സമയത്ത്, ആ ബലി അർപ്പണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ആ പിതാവായ ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്തപ്പെടുകയാണ്. ബലി ആവശ്യപ്പെട്ടു എങ്കിലും ആ ബലി അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലത് നടന്നു. മനസ്സുകൊണ്ട് മകനെ ബലി അർപ്പിച്ചു. ഹല്ലേലൂയ. ഈ അബ്രാഹാം ആരുടെ പ്രതീകമാണ്? പിതാവായ ദൈവത്തിൻ്റെ. പിതാവായ ദൈവം തൻ്റെ ഏക മകനായ യേശു ക്രിസ്തുവിനെ കാൽവരിയിൽ നമുക്ക് വേണ്ടി ബലി അർപ്പിച്ചത്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ആ അബ്രാഹത്തിൻ്റെ പിടയുന്ന മനസ്സിൻ്റെ നൊമ്പരം ഒന്ന് ഓർത്ത് നോക്കിയേ. അതുപോലെ തന്നെയുള്ള ഒരു പിടയുന്ന ഹൃദയം പിതാവിനും ഉണ്ടായിരുന്നു. വേദനിക്കുന്നൊരു ഹൃദയമുണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ആ പിതാവിൻ്റെ ഹൃദയത്തിൽ ഒരാനന്ദമുണ്ടായിരുന്നു, ഒരു ആഹ്ലാദമുണ്ടായിരുന്നു. അതെന്തായിരുന്നു? നമ്മളൊക്കെ മൃതരായിരുന്ന നമ്മളെല്ലാം, പാപത്തിലായിരുന്ന നമ്മളെല്ലാം
നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ യോഗ്യതയുള്ളവരായി തീർന്നതിൻ്റെ ഒരാനന്ദമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുണ്ടോ ഈശോ പറയാണ്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഹല്ലേലൂയ. കണ്ടോ ഈശോയുടെ ഹൃദയത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാണേ. ഇപ്പം കാണാം ആ പടം. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും. അപ്പം പിതാവും ഉണ്ട്, നമ്മളും ഉണ്ട്, ഈശോയും ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഏത് ദിവസം? ജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷം നിങ്ങൾ അറിയും. യേശു പറഞ്ഞു, ഇക്കാലം എത്രയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നിട്ടും, ശ്രദ്ധിക്കണേ, ഈശോ എന്താ പറയുന്നത്? ഈ കാലം എത്രയും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ? എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പം ഈശോയുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ആരെ കാണണം? ഇപ്പം സിസ്റ്റർ പറഞ്ഞത് ശരിയല്ലേ? ഉണ്ടോ? ഈശോ തന്നെ പറയുകയാണ്, എന്നെ കാണുന്നവൻ ഈശോയുടെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയം കാണുമ്പോൾ ആ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന പിതാവിനെ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുന്നു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? പിതാവിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ? പിതാവിനെ ഞങ്ങൾക്ക് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് എങ്ങനെ? അതൊന്നും ശരിയല്ല. എന്നിട്ട് പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ആ വിശ്വാസത്താൽ തന്നെ, ഈശോ പിതാവിലാണെന്നും പിതാവ് ഈശോയിലാണെന്നും വിശ്വസിക്കുമ്പോൾ തന്നെ നാം പിതാവിനെ കണ്ടു കഴിഞ്ഞു. ആമേൻ. വലത്തെ ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. ഈശോയുടെ ഒരു വാക്കും നമ്മളോട് പറഞ്ഞിട്ടില്ല. സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ ഈശോയിലൂടെ നമ്മൾ കണ്ട എല്ലാ പ്രവൃത്തികളും ആരുടെ പ്രവൃത്തികളാണ്? പിതാവിൻ്റെ പ്രവൃത്തികളാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലമെങ്കിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഈശോയും പിതാവും ഒന്നാണെന്ന്, ഈശോ പിതാവിലാണെന്ന്, പിതാവിൽ ഈശോയിലാണെന്ന് നിങ്ങൾ, പിതാവ് ഈശോ ചെയ്യുന്ന പ്രവൃത്തികൾ വഴി നിങ്ങൾ വിശ്വസിക്കുവിൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിലാണത് കാണുന്നത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിക്കുക. ആമേൻ, ഹല്ലേലൂയ. ആരെങ്കിലും സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോന്ന് അറിയണ്ടേ? ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:18 പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ആമേൻ. വചനം ഒന്ന് പറഞ്ഞു തരാവേ, ഏറ്റു പറയണേ. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ തന്റെ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ പിതാവിനെ കാണിച്ചു തരാൻ ആർക്കേ പറ്റുള്ളൂ? ഈശോയ്ക്കേ പറ്റുള്ളൂ. ഈശോയ്ക്കേ പറ്റുള്ളൂ പിതാവിനെ കാണിച്ചു തരാൻ. പിതാവിലാണ് ഈശോ, ഈശോയിലാണ് പിതാവ്. ഈശോയ്ക്ക് വളരെ അസന്നിഗ്ധമായിട്ട് പറയാൻ പറ്റി, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എൻ്റെ സകല പ്രവൃത്തികളും പിതാവിൻ്റേതാണ്, എൻ്റെ എല്ലാ വാക്കുകളും പിതാവിൻ്റേതാണ്. യാതൊരു തടസ്സമില്ലാതെ ഈശോയ്ക്ക് പറയാൻ പറ്റി. അതുകൊണ്ട് വചനം പറയുകയാണ്, ഈശോയിലൂടെ അല്ലാതെ ഈ പിതാവിങ്കിൽ എത്താനോ, ഈ പിതാവിനെ അറിയാനോ, ഈ പിതാവിനെ അനുഭവിക്കാനോ നമുക്ക് സാധിക്കുകയില്ല എന്ന് വചനം വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. വലത്തേർ ഉയർത്തിയ വചനം എന്ന് പറഞ്ഞ്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ആമേൻ, ആമേൻ. അപ്പൊ ഈശോയുമായുള്ള നമ്മുടെ ആ വലിയ സൗഹൃദം, ഈശോയുമായുള്ള നമ്മുടെ ആ ബന്ധം, ഈശോയെ അന്വേഷിച്ചുള്ള നമ്മുടെ യാത്ര, ഈശോയുടെ കൂടെയുള്ള നമ്മുടെ ഈ ജീവിതം, ഈശോയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ഈ ജീവിതം എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? എവിടെയാ എത്താൻ പോകുന്നത്?
പിതാവിലാണ്. അതാണ് വ്യക്തമാകേണ്ടത്. പിതാവിലാണ് എത്താൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഉണ്ടോ വചനം? യോഹന്നാന്റെ സുവിശേഷം 14:23 നമ്മളിങ്ങനെ വായിക്കുകയാണ്, യേശു ലോകത്തിലേക്ക് വന്നത് പിതാവിനെ വെളിപ്പെടുത്താനാണെന്ന് ഈശോ പറയുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഈശോയെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? അതിൻ്റെ അടയാളം എന്താണ്? ഈശോയുടെ വചനം പാലിക്കും. എന്തു ചെയ്യും? ഈശോയുടെ വചനം പാലിക്കും. വീണ്ടും വചനം പറയുന്നു, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. കണ്ടോ വചനം ഒന്ന് പറയാമോ നിങ്ങൾ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എന്ത് വലിയ ആഴമുള്ളൊരു വചനമാണെന്ന് നോക്കിയേ. ദൈവത്തിൻ്റെ വചനം, ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ ഈശോയെ സ്നേഹിക്കുന്നു. പറഞ്ഞേ, ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ ഈശോയെ സ്നേഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അല്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ ഈശോയെ സ്നേഹിക്കുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. ഈശോയുടെ വചനം ജീവിക്കാൻ വേണ്ടി ജീവിതത്തിൽ വില കൊടുക്കുന്നവൻ ഈശോയെ സ്നേഹിക്കുന്നു. അങ്ങനെ ഈശോയെ സ്നേഹിക്കുന്നവരിൽ എന്ത് സംഭവിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാ? ത്രിദൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് അവനിൽ വസമുറപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധ ത്രിത്വം നമ്മളിൽ വാസമുറപ്പിക്കാൻ പോകുക. എപ്പോൾ? വചനം അനുസരിച്ചുള്ള ജീവിതം എന്ന് തുടങ്ങുന്നു അന്ന് മുതൽ ഈ പരിശുദ്ധ ത്രിത്വം വന്ന് നമ്മളിൽ വസിക്കാൻ പോകുക. ആമേൻ. സംഭവിക്കണോ? ഇതുവല്ലോ സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് നിലനിർത്തിക്കൊണ്ട് പോകണം. വീണ്ടും പറയാണ്, അപ്പൊ യേശുവുമായുള്ള കണ്ടുമുട്ടലിലൂടെ മാത്രമേ നമുക്ക് പിതാവിനെ കണ്ടുമുട്ടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വ്യക്തതയാണ് ഈ വചനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. യേശുവുമായുള്ളൊരു കണ്ടുമുട്ടലിലൂടെ മാത്രമേ ഈ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ച് മരണത്തിനപ്പുറത്തുള്ള നിത്യജീവന്റെ അനുഭവത്തിലൂടെ പിതാവിനെ കണ്ടുമുട്ടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വലത്തേറുയർത്തി. ആമേൻ, ഹല്ലേലൂയ. ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തോണ്ട് പറഞ്ഞു, ഇതൊക്കെ നമുക്കും സാധിക്കട്ടെ എന്ന്. ഉറങ്ങുന്നവരാണ് നന്നായിട്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ കണ്ണുകളിലൂടെ നോക്കാതെ നമുക്ക് പിതാവിനെ നോക്കിക്കാണാൻ പറ്റില്ല. പുത്രൻ്റെ ഹൃദയത്തിലൂടെ നോക്കാതെ നമുക്ക് പിതാവിനെ കണ്ടുമുട്ടാൻ പറ്റില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:44 പറയുകയാണ്, എന്നെ അയച്ച് പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ആർക്കാ അന്ത്യദിനത്തിൽ ഉയർപ്പ്? ആർക്കാ അന്ത്യദിനത്തിൽ ഉയർപ്പ്? പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശുവിൻ്റെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കുമാണ് അന്ത്യദിനത്തിലെ ഉയർപ്പ്. ഹല്ലേലൂയ. അതല്ലേ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? ആണോ? ആരുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അതാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ യാത്രയിലാണ് നമ്മളുള്ളത്, ആ അനുഭവത്തിലാണ് നമ്മളുള്ളത്. വിട്ടുപോകാതിരുന്നാൽ മതി. വഴിയിൽ വെച്ച് വഴി മാറിപ്പോകാതിരുന്നാൽ മതി. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. സങ്കീർത്തനം 19:1 നമ്മളിങ്ങനെ വായിക്കുവാണ്, ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. പറഞ്ഞേ, ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. വാനവേഗം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ കണ്ടിട്ടില്ല എന്ന്, ദൈവത്തെ കേട്ടിട്ടില്ല എന്ന്, ദൈവം ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയരുത് സഹോദരങ്ങളെ. വചനം പറയാണ്, ആകാശം തന്നെ, നീ കണ്ണുകൾ ഉയർത്ത് ആകാശത്തിലേക്ക് നോക്ക്. ഈ ആകാശത്തിലേക്ക് നോക്കിയാൽ തന്നെ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനാവുമെന്ന് വീണ്ടും വചനം പറയുന്നു. ഈ വാനവിധാനങ്ങളെല്ലാം ഈ കരവേല, ദൈവത്തിൻ്റെ ശക്തമായ കരവേലയെ പ്രകീർത്തിക്കുന്നുവെന്ന്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ തന്നെ ആരെ കാണാമെന്ന വചനം പറയുന്നത്? നീ വിശ്വസിക്കുന്ന, നീ എത്തിച്ചേരാൻ പോകുന്ന നിന്റെ ദൈവത്തിൻ്റെ മുഖം നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന്.
ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. അപ്പൊ ഇതുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില്, വിശുദ്ധ പൗലോസ്ലീഹായുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1:20 നമ്മളിങ്ങനെ വായിക്കുക, ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും, ഓരോ വാക്ക് ശ്രദ്ധിക്കണേ, ഓരോ വചനവും ശ്രദ്ധിക്കണേ, അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴിവ് കഴിവുകളില്ല. അവർക്ക് ഒഴിവ് കഴിവുകളില്ല. ഒരു തരത്തിലും ഒരു ഒഴിവ് കഴിവും പറയാൻ പറ്റത്തില്ല. ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. ദൈവമോ അതാരാണ്, എവിടെയാണ് എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. നീ വസിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ, നീ എപ്പോഴും കാണുന്ന ആകാശവിധാനത്തിൽ തന്നെ, ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ തന്നെ നിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുവെന്ന്. ഇത് കണ്ടോ, ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ ശക്തി, അതായത് അവിടുത്തെ അനന്തശക്തിയും മഹത്വവും, അവിടുത്തെ അനന്തശക്തിയും മഹത്വവും, ആ വാക്ക് പറഞ്ഞ്, ദൈവത്തിൻ്റെ അനന്തശക്തിയും മഹത്വവും ദൈവം എങ്ങനെ വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്? സൃഷ്ടവസ്തുക്കളിലൂടെ. ദൈവം സൃഷ്ടിച്ച ഓരോ വസ്തുക്കളിലൂടെയും, ദൈവം സൃഷ്ടിച്ച മനുഷ്യരിലൂടെ, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ പ്രപഞ്ച സൃഷ്ടികളിലൂടെയും ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും മഹത്വവും ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് ഒഴിവ് കഴിവില്ല. വചനം പറയുന്നു, നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 32:6-7 നമ്മളിങ്ങനെ പറയുകയാണ്, കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കുവിൻ, തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കുവിൻ, പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. വചനം പറയാ, കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കണം. കഴിഞ്ഞുപോയ കാലങ്ങൾ എവിടം വരെ ഓർക്കണം അല്ലേ? നമ്മുടെ പഴയ നിയമ കാലങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. എന്നിട്ട് തലമുറകളിലൂടെ കടന്നുപോയ വർഷങ്ങൾ അനുസ്മരിക്കണം. എന്നിട്ട് പറയുകയാണ്, പിതാക്കന്മാരോട് ചോദിക്കണം, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് വിവരിച്ചു തരും. ആമേൻ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള ഈ അന്വേഷണം അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ദൈവത്തെ കൂടുതൽ കൂടുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശരിക്കും സൃഷ്ടപ്രപഞ്ചത്തിലൂടെയും ദൈവത്തിൻ്റെ മുഖമാണ് നമ്മൾ കാണുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ കാണുന്നത്. യേശു തമ്പുരാൻ, യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്, ആ ദൈവത്തിൻ്റെ നന്മ തന്നെയാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്. ഉണ്ട്, നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 32:6-7 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എന്താണ്? നിത്യനായ പുത്രന് മാത്രമേ നിത്യതയിൽ ഉടനീളം നീളുന്ന ദൈവം ഒരു പിതാവാണെന്ന് വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ചത്? അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങളുടെ പിതാവും നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ? ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനല്ലയോ നിങ്ങളെ സൃഷ്ടിച്ചത്? കഴിഞ്ഞുപോയ കാലങ്ങൾ ഓർക്കണം എന്നാണ് പറഞ്ഞതേക്ക്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 14:7 നമുക്ക് വരാം. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. എപ്പോൾ മുതലാ? ഇപ്പോൾ മുതലെന്ന് പറയുമ്പോൾ എപ്പോൾ മുതലാ? ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പം മുതൽ അല്ലേ? നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. അപ്പോൾ യേശുവിനെ എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ആ ഒപ്പം തന്നെ ആരെയും അറിയണം? പിതാവിനെയും അറിയണം. അത് ഇപ്പോൾ മുതൽ നിങ്ങൾ എന്നെ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. കണ്ടോ, യേശു വന്നത് പാപത്തിൻ്റെ, ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് പാപത്തിൻ്റെ ശക്തിയെ നശിപ്പിക്കാനും ഒപ്പം പിതാവിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരാനുമാണ്, പിതാവിലേക്ക് നമ്മളെ ആകർഷിക്കുവാനുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ എന്ന് പറഞ്ഞേ
അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഏതാ ഈ വെളിച്ചം? ഏതാ ഇരുട്ട്? ഏതാ ഈ വെളിച്ചം? കീഴടക്കാൻ കഴിയാത്ത വെളിച്ചമാരാ? ഈശോ. ഈശോയാകുന്ന വെളിച്ചത്തെ ഒരിരുളിനും കീഴടക്കാൻ പറ്റില്ലെന്ന് വചനം വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. ഈശോയാകുന്ന വെളിച്ചത്തെ ഒരിരുളിനും കീഴടക്കാനായിട്ട് പറ്റത്തില്ല. ആമേൻ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ഫലത്തേർ ഉയർത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബെനഡിക്റ്റ് മാർപ്പാപ്പയോട് പത്രപ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ക്രൈസ്തവ ജനതയുടെ പ്രത്യേകത എന്താ? ക്രൈസ്തവ ജനതയുടെ പ്രത്യേകത എന്താ? ആരോടാ ചോദിച്ചത്? ബെനഡിക്റ്റ് മാർപ്പാപ്പയോട് പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യമാണ്. 2 പ്രത്യേകതകളാണ് മാർപ്പാപ്പ എടുത്ത് പറയുന്നത്. ഒന്ന്, ദൈവത്തെ പേര് ചൊല്ലി വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ജനതയാണ് ക്രൈസ്തവ ജനത. ഹല്ലേലൂയ. ദൈവത്തെ പേര് ചൊല്ലി വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ജനതയാണ് ക്രൈസ്തവ ജനത. പ്രിയപ്പെട്ടവരെ, വിഷമങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, പിടിവിട്ടു പോകുമ്പോൾ വിളിക്കാൻ ഒരാളുണ്ട്. വിളിക്കാൻ നമുക്കൊരാളുണ്ട്. സഹായത്തിന് വേണ്ടി പേര് ചൊല്ലി വിളിക്കാൻ ഒരേ ഒരു നാമം നമുക്കുണ്ട്. ആ നാമം ഏതാ? ഈശോ എന്ന നാമം. ഹല്ലേലൂയ. അതാണ് പേര് ചൊല്ലി വിളിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ജനതയാണ്. ദൈവത്തെ പേര് ചൊല്ലി വിളിക്കാൻ, എന്നെ രക്ഷിക്കണേ, എന്നെ സുഖപ്പെടുത്തണേ, എന്നെ സഹായിക്കണേ, എന്നെ മോചിപ്പിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പേര് ചൊല്ലി വിളിക്കാൻ ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ. അതുപോലെ മാർപ്പാപ്പ രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? മാർപ്പാപ്പ രണ്ടാമതായിട്ട് പറഞ്ഞത്, ഒരു മുഖത്തേക്ക്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭാഗ്യം കിട്ടിയ ജനതയാണ് ക്രൈസ്തവ ജനത. ദൈവത്തിൻ്റെ മുഖം കാണാൻ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭാഗ്യം കിട്ടിയ ജനതയാണ് ക്രൈസ്തവ ജനത. അതിൻ്റെ സന്തോഷമൊന്നും ഇന്ന് നമ്മുടെ മുഖത്തില്ല. ഹല്ലേലൂയ. സന്തോഷിക്കണ്ടേ? വേണ്ടേ? വേണം. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, തിരുവചനം തുടക്കത്തിൽ സിസ്റ്റർ പറഞ്ഞ വചനം, നമുക്കിന്ന് ആനന്ദിക്കണം, നമുക്കിന്ന് ആഹ്ലാദിക്കണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കണ്ടോ, സങ്കടത്തോടെ ഇരിക്കുമ്പോൾ, വേദനയോടെ ഇരിക്കുമ്പോൾ പിതാവിൻ്റെ മുഖമൊന്ന് കണ്ടാൽ, ഈശോയുടെ നാമം ഒന്ന് വിളിച്ച് കരഞ്ഞാൽ നമ്മുടെ സങ്കടം പോയി, നമ്മുടെ ദുഃഖം പോയി. ഈശോ പറയുകയാണ്, ഈ കാലം എത്രയും, കണ്ടോ, വീണ്ടും ആ വചനം ഞാൻ വായിച്ചതാണ്, വീണ്ടും പറയുകയാണത്, ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതായത് ഈശോയുടെ വാക്കുകൾ മുഴുവനും പിതാവിനെക്കുറിച്ചായിരുന്നു. അപ്പം പിതാവിനെക്കുറിച്ച് ഈശോ എല്ലായിടത്തും അങ്ങനെ പ്രസംഗിക്കുന്നില്ല. കൂടുതലായിട്ട് ഈശോ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോടാണ്. ഈശോ തിരഞ്ഞെടുത്തത് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോടാണ്. അവർക്കതൊക്കെ ഗ്രഹിക്കാനുള്ള ഒരു ബോധമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈശോ ഇങ്ങനെ അവരോട് പറയുക. അപ്പോൾ അവർ ഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലായി ഒരു ചോദ്യത്തിലൂടെ, അല്ലേ? ഒരു ചോദ്യത്തിലൂടെ, ഫിലിപ്പോസിൻ്റെ ഒരു ചോദ്യത്തിലൂടെ ഈശോ പറയുന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളത് ഈശോയ്ക്ക് മനസ്സിലായി. ഈശോ എന്താ ചോദിച്ചത്? ഫിലിപ്പോസ് എന്താ ചോദിച്ചത്? കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരാമോ? അപ്പോഴാണ് ഈശോയ്ക്ക് മനസ്സിലായി, ദൈവമേ, ഞാനീ പറയുന്നതെല്ലാം വെറുതെയാണ്, ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ പറയുന്നത് ഉണ്ടോ? അപ്പോൾ ഈശോ തുറന്നുള്ളതുപോലെ അങ്ങ് പറയുകയാണ്, എടാ ഫിലിപ്പോസേ, നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ നീ എന്നിൽ ആരെ കാണുന്നു? പിതാവിനെ കാണുന്നു. കൃത്യമായിട്ട് അങ്ങ് പറയുക. അപ്പോൾ പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ, പിതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. വചനം കേട്ടോ, ഇതാ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 20-21 നമ്മളിങ്ങനെ വായിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞേ, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഈശോ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപ്പൊക്കിക്ക്. ഈശോ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളവർ ഇനി ആ വചനം ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. എന്ത് ചെയ്യും? പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും.
ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കും. വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ഹല്ലേലൂയ. ഒന്ന് കണ്ണടച്ച ഒന്ന് കണ്ടേ. അയ്യോ, അതൊന്ന് കണ്ടേ. ഈശോ ഇരിക്കുന്നത് പോലുള്ളൊരു സിംഹാസനത്തിൽ ഈശോയുടെ അടുത്ത്, പിതാവിൻ്റെ അടുത്ത് ഈ ആത്മാവ്, ഞാനാകുന്ന ഈ ആത്മാവ് ഇരിക്കുന്നു എന്ന് മനസ്സിലൊന്ന് കണ്ടേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വേറെ എന്തെല്ലാം കണ്ടത് ഓർമ്മയിലേക്ക് വരുന്നതല്ലേ. പിന്നെ ഇത് കാണാൻ പറ്റുമോ? ടി വി കണ്ടതും വാട്സപ്പിൽ കണ്ടതും ഫേസ്ബുക്കിൽ കണ്ടതുമായ എന്തെല്ലാം കാര്യങ്ങളിങ്ങനെ, ആ കാഴ്ചകളെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് ഒരന്ധത നൽകിയിരിക്കുകയാണ്, ഒരു മൂടുപടം ഇട്ടിരിക്കുകയാണ്. നമ്മൾ കാണേണ്ടത് കാണാത്തത് കൊണ്ട്, കാണരുതാത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ഒരു മൂടുപടമുണ്ട്. ആ മൂടുപടം മാറിയാലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. വലത്തേർ ഉയർത്തി വചനം ഒന്നും കൂടെ പറഞ്ഞേ. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. ആ വചനം പറഞ്ഞ, ഞാൻ വിജയം വരിച്ച് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആമേൻ. വിജയം വരിക്കണ്ടേ? എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന സിംഹാസനം സ്വന്തമാക്കണ്ടേ? വേണോ? വേണോ? വേണം. അതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് വിജയം വരിക്കണം. എനിക്ക് വേണ്ടി ഒരു സിംഹാസനം എൻ്റെ പിതാവിൻ്റെ അടുത്ത് എൻ്റെ പുത്രൻ തമ്പുരാൻ, ഈശോ തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വീട്ടിലേക്കോ ഇപ്പോൾ ഈ കോൺവെൻറ്റിലേക്ക്, സാൻ ജോമോനിലേക്കൊക്കെ വരുവാണെങ്കിൽ, നമ്മൾ നല്ല ആഴമായ നല്ലൊരു അടുത്ത ബന്ധമുണ്ടെങ്കിൽ, ആ വരുന്ന വ്യക്തിയും ഇവിടെയുള്ള സിസ്റ്റേഴ്സും ഒക്കെ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ എന്ത് പറയും? നിങ്ങൾ ബെല്ലടിച്ച് പുറത്ത് നിൽക്കുമ്പോൾ എന്ത് പറയും? വാ, അകത്തോട്ട് വരാൻ പറയും, അല്ലേ? പറയല്ലേ? അത് പുറത്ത് നിർത്തുമോ? ഇല്ല, നമ്മൾ അകത്തോട്ട് ക്ഷണിക്കും. അകത്തോട്ട് ക്ഷണിച്ചിട്ടോ, ഇനി ആരെങ്കിലും പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ബന്ധമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, സമയമില്ലാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അകത്തോട്ട് ക്ഷണിച്ചിട്ടോ എന്തു ചെയ്യും? ഇച്ചിരി നേരം വിസിറ്റേഴ്സ് റൂമിൽ ഇരുത്തും, അല്ലേ? അത് കഴിഞ്ഞിട്ടോ ഊട്ടുമുറിയിലേക്ക് ക്ഷണിക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരെയും നമ്മൾ ഊട്ടുമുറിയിലേക്ക് ക്ഷണിക്കാറില്ല. ഉണ്ടോ? വീട്ടിലാണേലും ഇല്ല, കോൺവെൻറ്റിലാണേലും ഇല്ല. ഊട്ടുമുറിയിലേക്ക് ക്ഷണിക്കുന്നത് അതൊരു പ്രത്യേക ബന്ധമാണ്, അതൊരു സ്നേഹത്തിൻ്റെ ബന്ധമാണ്, അതൊരു ഐക്യത്തിൻ്റെ ബന്ധമാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈശോ നമ്മളെ വിസിറ്റേഴ്സ് റൂമിൽ ഇരുത്താനല്ല ആഗ്രഹിക്കുന്നത്, പുറത്ത് നിർത്താനല്ല ആഗ്രഹിക്കുന്നത്. ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്? അകത്തേക്ക്, ഊട്ടുമുറിയിലേക്ക്. അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ അവരോടൊത്ത് ഭക്ഷിക്കും. മുറ്റത്തിരുന്ന് ഭക്ഷിക്കാൻ പറ്റുമോ? അല്ലേ? അവരോടൊത്ത് ഭക്ഷിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഈശോയും കൂടെ മുറിക്കകത്തോട്ട് കയറി, ഉള്ളിലോട്ട് കയറി എന്ന് പറഞ്ഞാൽ ബന്ധം ആഴപ്പെട്ടു. ആമേൻ. അതുകൊണ്ടോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. ഈ വാതിലേക്ക് കൂടെ അങ്ങ് അകത്തോട്ട് പോകുക. ഈശോയാകുന്ന വാതിൽ കൂടെ ഞാൻ അകത്തോട്ട് പോകുക. എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ ഊട്ടുമുറി അനുഭവം എന്താണ്? ഒന്നിച്ച് ഭക്ഷിക്കുന്ന അനുഭവം എന്താണ്? രക്ഷയുടെ അനുഭവമാണ്. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും, മേച്ചിസ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7-9 ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈശോ, പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലാകുന്ന പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ താക്കോൽ ഈശോയുടെ കയ്യിലാണ് ഉള്ളത്. പിതാവിൻ്റെ വീടിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണ് ഉള്ളത്? ഈശോയുടെ കയ്യിലാണ് ഉള്ളത്. ഈശോ ഇങ്ങനെ ഓരോ മുറിയും തുറന്ന് തന്ന്, ആദ്യത്തെ പുറത്തെ വാതിൽ തുറന്നു തരും, പിന്നെ അതിൻ്റെ അകത്തെ വാതിൽ തുറന്നു തരും, പിന്നെ പിതാവിരിക്കുന്ന മുറി തുറന്നു തരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 4 വാതിലുകൾ തുറന്ന് കിട്ടിക്കഴിഞ്ഞിട്ടേ പിതാവിരിക്കുന്ന മുറിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ 4 താക്കോലുകൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, വിശ്വാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും താക്കോല്. ഒന്ന്, വിശ്വാസം വരണം. ഈശോയിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഈശോയ്ക്ക് എന്നെ രക്ഷിക്കാൻ പറ്റും. അതൊരു വിശ്വാസമാണ്, അല്ലേ? ആണോ? അതെ.
അപ്പം ഈ വിശ്വാസം എന്നെ രക്ഷിക്കുന്നത് എപ്പോഴാണ്? ഈ ഈശോയിലേക്ക് വരാൻ ആവശ്യമായ അനുതാപം. ഹല്ലേലൂയ. സക്കേവൂസിനെ ഓർത്തേ, അവൻ ആ മരക്കൊമ്പിൽ കയറിയിരുന്നിട്ട് ഇറങ്ങി താഴെ വന്നപ്പോഴത്തേക്ക് ആ നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റം. ആ മാറ്റത്തിന് പറയുന്ന പേരാണ് മാനസാന്തരം, അല്ലേ? അതിനൊത്തിരി സമയമൊന്നും വേണ്ട. ഉണ്ടോ? അവൻ ആ മരക്കൊമ്പിൽ നിന്ന് താഴെ വന്ന നേരം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഈ മാനസാന്തരം സംഭവിച്ചു. അതിന് പറയുന്ന പേരാണ്. അങ്ങനെ ഒരു മാനസാന്തര അനുഭവത്തിലൂടെ കടന്നു പോകുന്നതാണ് ആദ്യത്തെ വാതിൽ. ക്ലിയർ ആയോ? രണ്ടാമത്തെ വാതിൽ എന്താണ്? ക്ഷമ കൊടുക്കലും ക്ഷമ സ്വീകരിക്കലുമാകുന്ന താക്കോല് കൊണ്ട് തുറന്നു ചെല്ലേണ്ട വാതിലാണ്, മുറിയാണ്. ക്ഷമ കൊടുക്കലും ക്ഷമ ചോദിക്കലും. പിതാവിൽ നിന്ന് ധൂർത്തപുത്രൻ ക്ഷമ ചോദിച്ചു വാങ്ങി, അല്ലേ? ക്ഷമ കൊടുത്തു, ഇല്ലേ? കൊടുത്തില്ലേ? ആ പിതാവ് എപ്പോഴും റെഡിയായിരുന്നു ക്ഷമ കൊടുക്കാൻ. പക്ഷെ അതൊന്ന് സ്വീകരിക്കണ്ടേ, വേണ്ടേ? ഇത് രണ്ടും സംഭവിച്ചു. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടും സംഭവിച്ചു. ക്ഷമ കൊടുക്കൽ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു, ക്ഷമ സ്വീകരിക്കൽ പുത്രൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു. അപ്പം ഈ ഒരു അനുഭവമാണ് അടുത്ത രണ്ടാമത്തെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോഴത്തെ അനുഭവം. ഹല്ലേലൂയ. വലത്തേർ ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ മുറിയിലേക്ക് പ്രവേശിക്കണ്ടേ? മൂന്നാമത്തെ മുറിയിലേക്ക് പ്രവേശിക്കാനുള്ള താക്കോൽ ഏതാണെന്നറിയാമോ? യേശുവിൻ്റെ നാമത്തിലുള്ള ഉപേക്ഷിക്കലാണ്. ഈ ധൂർത്തപുത്രന് ക്ഷമ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ ധൂർത്തപുത്രന് എന്തുപേക്ഷിക്കേണ്ടി വന്നു? ആ പന്നിക്കൂട്ടിലെ മുഴുവൻ സുഖങ്ങളും സന്തോഷങ്ങളും ധൂർത്തനായി നടന്ന കാലഘട്ടത്തിൽ കൂട്ടുകാരിലൂടെ അനുഭവിച്ച സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ധൂർത്തപുത്രന് എന്ത് ചെയ്യേണ്ടി വന്നു? ഉപേക്ഷിക്കേണ്ടി വന്നു. അതാണ് ഉപേക്ഷിക്കലിൻ്റെ അനുഭവമാണ് ഈ മൂന്നാമത്തെ മുറി. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അവിടം വരെ എത്തിയെന്ന് തോന്നുന്നു, കൈവക്കിക്കേ. അവിടം വരെ എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ മുറി കടന്നു, രണ്ടാമത്തെ മുറി കടന്നു, മൂന്നാമത്തെ മുറി വരെ എത്തിയെന്നുള്ളൊരു കൈവക്കിക്കേ. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എല്ലാവരും, ആർക്കും ഒരു ബോധവും ഇല്ല. ഹല്ലേലൂയ. എവിടം വരെ എത്തിയെന്ന് അറിയത്തില്ല, അല്ലേ? ഇനി നാലാമത്തെ മുറി ഏതാന്ന് നോക്കാം. യേശുവിൻ്റെ നാമത്തിലുള്ള ആജ്ഞാപിക്കലാണ്. എന്ന് പറഞ്ഞാൽ എന്നെ യേശുവിൽ നിന്ന് വലിച്ച് പുറത്ത് നിർത്തുന്ന, എന്നെ ഈ വാതിലുകളെല്ലാം കടന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമായിട്ട് എന്നെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന പിശാചിനെ ഉപേക്ഷിക്കലാണ്. ഹല്ലേലൂയ. ആരും ഉപേക്ഷിക്കല? ഭർത്താവിനെ ഉപേക്ഷിക്കലല്ല. ഭർത്താവിനെ ഉപേക്ഷിച്ച് നടക്കുമെന്ന് നോക്കട്ടെ, അല്ലേ? ഭാര്യനെ ഉപേക്ഷിച്ച് നടക്കുമെന്ന് നോക്കട്ടെ, അല്ലെ? ഇനി മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നടക്കുമെന്ന് നോക്കട്ടെ. ഇങ്ങനെയുള്ള പല ഉപേക്ഷകൾ നടക്കുന്നുണ്ട്. അതൊന്നും അല്ല ഉപേക്ഷിക്കേണ്ടത്. പിന്നെ എന്താ ഉപേക്ഷിക്കേണ്ടത്? എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്ന പിശാചിനെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. ആ ഉപേക്ഷ. ഈ 4 മുറികൾ കടന്നങ്ങോട്ട് ചെല്ലുന്നത് 5ാമത്തെ മുറിയിലേക്കാണ്. അതേതാണ്? പിതാവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കലിൻ്റെ അനുഭവം. പറഞ്ഞേ, പിതാവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കലിൻ്റെ അനുഭവമാണത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാമാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ പിതാവിൻ്റെ അനുഭവം സ്വീകരിക്കലെന്ന് പറയുമ്പോൾ ഒരു വചനവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആരാധന ശുശ്രൂഷയിലേക്ക് അങ്ങ് പ്രവേശിക്കാം. എന്താണെന്നറിയോ? 1 യോഹന്നാൻ 3:1. 1 യോഹന്നാൻ 3:1 എന്താണത്? പിതാവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കലിൽ സംഭവിക്കുന്നതാണ്. പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളങ്ങ് പ്രവേശിക്കുക. കണ്ടോ? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നാം അവിടുത്തെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ ആണ് താനും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരപ്പനും മക്കളും തമ്മിലുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഒരു സ്നേഹാനുഭവമുണ്ടല്ലോ. അത് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളവരില്ലേ? അത് അനുഭവിക്കാത്ത ആരാ ഉള്ളത്? ഒരപ്പൻ്റെ അടുത്തായിരിക്കുന്ന കുഞ്ഞിൻ്റെ ആ ഹൃദയത്തിൻ്റെ ആനന്ദം, ആ കുഞ്ഞനുഭവിക്കുന്ന സുരക്ഷിതത്വം, അപ്പൻ്റെ കരങ്ങളാലൊന്ന് ആശ്ലേഷിക്കപ്പെടുമ്പോൾ ആ കുഞ്ഞനുഭവിക്കുന്ന ആ വലിയ നിറവ്, അതാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയ അപ്പൻ്റെയും അമ്മയുടെയും ആ സ്നേഹക്കുറവും ശൂന്യതയും മുറിവുകളും വേദനകളും ഒക്കെ അങ്ങ് മാഞ്ഞു പോകുന്ന, മുറിവേറ്റ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ മുറിവുകളെല്ലാം മാഞ്ഞു പോകുന്ന ഒരനുഭവം. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അതാണ് ആഭാ അനുഭവം
ഒരു വ്യക്തിയെ ആന്തരിക സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആദ്യം ധ്യാനിപ്പിക്കാൻ തുടങ്ങിയ സ്ഥലം ചാത്തൻകോട്ട് നടയിലാണ്. നിങ്ങളിൽ പലരും അവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചാത്തൻകോട്ടയുടെ ധ്യാന സെൻറ്ററിൽ ഈ ധ്യാനമൊക്കെ ഒരുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു നടന്നു, എൻ്റെ പൊന്നീശോയെ, ഈ ധ്യാനത്തിന് എന്ത് പേരായിട്ടുണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ എനിക്ക് ഈശോ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വെളിപ്പെടുത്തുകയാണ്, ആബ അനുഭവവും ആന്തരിക സൗഖ്യവും. അതാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്ന ധ്യാനത്തിൻ്റെ പേരെന്തായിരുന്നു? ആബ അനുഭവവും ആന്തരിക സൗഖ്യവും. ആബ അനുഭവം സ്വന്തമാക്കുന്നവനാണ് ആന്തരിക സൗഖ്യമുണ്ടാകുന്നത്. ഇതൊത്തിരി പഠിക്കേണ്ട കാര്യമാണ്. അത് ഓരോ ദിവസവും സിസ്റ്റർ പങ്കുവെക്കാം. അപ്പോൾ എനിക്ക് ഈശോ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ആബ അനുഭവം ആന്തരിക സൗഖ്യവും, അതെ, അതാണ് നീ ജനത്തിന് കൊടുക്കേണ്ടത്. പിന്നെ അവിടെ ഞാനായിരുന്ന 6 വർഷക്കാലവും അവിടെ നടത്തിയ ധ്യാനം മുഴുവനും ഈ ആബ അനുഭവത്തിനും ആന്തരിക സൗഖ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആബ അനുഭവം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ വക്ഷസിലേക്ക് ചാരിക്കിടന്നപ്പോൾ അവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞത് എന്താണ്? കണ്ടാലും എത്രയോ വലിയ സ്നേഹമാണ് ഈശോ നമ്മളോട് കാണിച്ചതെന്നല്ല പറഞ്ഞത്, പിതാവ് നമ്മളോട് കാണിച്ചത്. എന്നിട്ടെന്താ പറഞ്ഞത്? നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. അതാണ് മകളായിട്ട് അപ്പൻ്റെ മടിയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, മകനായിട്ട് അപ്പൻ്റെ തോളിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ടൊന്നും ഒരു മനുഷ്യനും വിവരിക്കാൻ പറ്റുന്നതല്ല. ഒരു നല്ല അപ്പനുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റുന്നതാ. വലത്തേറ് വരുത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഒരു നല്ല അപ്പനില്ലാത്തതിൻ്റെ, ഒരു നല്ല അമ്മയില്ലാത്തതിൻ്റെ മുറിപ്പാടുകളും ദുഃഖവും ഭാരവും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ ദുഃഖവും ഭാരവും എല്ലാം മാറിപ്പോകുന്ന ഒരനുഭവമാണ് ഈ ആബാനുഭവം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതൊരു തുടക്കം മാത്രമാണ്. സിസ്റ്റർ അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ഇത് ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെക്കണം. ഇതേ പിടിക്കേണ്ടതുള്ളൂ. എൻ്റെ ഈശോ എനിക്ക് തന്നത് ഇതാണ്, ഇതേ ഞാൻ ഉള്ളിൽ പിടിക്കേണ്ടതുള്ളൂ, വേറെ ഒന്നും ഞാൻ ഉള്ളിൽ പിടിക്കേണ്ടതില്ല. ഹല്ലേലൂയ. സ്വരം വരുത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് നമ്മളെ തന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക, ഈശോയ്ക്ക് സമർപ്പിച്ച് കൊടുക്കുക. ഈശോയോട് പറയുക, ഈശോയുടെ മനസ്സിൻ്റെ, എനിക്ക് മനസ്സിലായി ഈ ഒരു മാസം തിരുഹൃദയ നൊവേന ചൊല്ലിയപ്പോഴും, തിരുഹൃദയ കൊന്ത ചൊല്ലിയപ്പോഴും, മണക്കവാസം ചെയ്തപ്പോഴും, തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയപ്പോഴും, അങ്ങനെ ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാളൊക്കെ ഇങ്ങനെ ആഘോഷിച്ചപ്പോഴും എല്ലാം ഈശോ എന്നോട് പറയുന്നത് ഇത് തന്നെയാണ്. നിന്നെ എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകണം, നിന്നെ എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരുപാട് ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? ഈ അപ്പനെ ശരിക്കും നമുക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ, വേറെ ഒന്നുകൊണ്ടുമല്ല. എൻ്റെ അപ്പൻ ആരാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ എന്തിന് വിഷമിക്കണം? എൻ്റെ അപ്പന് പരിഹരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ നമുക്ക്? മക്കളുടെ ഏത് പ്രശ്നമാണ് ഈ അപ്പന് പരിഹരിക്കാൻ പറ്റാത്തത്? പരിഹരിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ ആവശ്യപ്പെടാഞ്ഞിട്ടാ. അപ്പനാണെന്നുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാ. ഈ അപ്പൻ്റെ മകനാണ് ഞാൻ, ഈ അപ്പൻ്റെ മകളാണെന്നുള്ള നല്ല ബോധ്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാത്തത്. ഒരപ്പൻ എങ്ങനെ നമ്മുടെ കണ്ണുനീര് കണ്ടിരിക്കാൻ പറ്റും? വലത്തേറ് വരുത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. സ്വരം വരുത്തി പറഞ്ഞ ആമേൻ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ആരാധനാ ശുശ്രൂഷയിലേക്ക് കിടക്കാം.